ഹലോ ഗായ്സ്, ദിസ് ഈസ് അന്ന. റെയിൽവേയുടെ ഒരു ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണിത്. 29 ഓഗസ്റ്റിന് റിലീസ് ചെയ്തൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണിത്. ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ആധാർ വെരിഫിക്കേഷനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ റെയിൽവേയുടെ ഏതെങ്കിലും പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ALP, ടെക്നീഷ്യൻ, RPFന്റെ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ, ജൂനിയർ എഞ്ചിനീയർ എന്നീ വേക്കൻസികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാർ വെരിഫിക്കേഷൻ പറ്റി അവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വോട്ടർ ID യോ പാസ്പോർട്ടോ കൊടുത്തിട്ടാണ് വെരിഫൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആധാർ വെരിഫിക്കേഷൻ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ പാനോ വോട്ടർ ID യോ മുതലായവ യൂസ് ചെയ്തിട്ടാണ് അന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ ആധാർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺ ടൈം ചെയ്താൽ മതി. എല്ലാ പോസ്റ്റിനും കൂടി ഒരു വട്ടം മാത്രം ചെയ്താൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് തന്നിട്ടുണ്ട്. rrbapply.gov.in എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹോം പേജ് കിട്ടും. ഹോം പേജിൽ അപ്ലൈയുടെ താഴെയായിട്ട് ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലോഗിൻ പേജ് കിട്ടും. യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച അടിച്ചു കഴിയുമ്പോൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് കോർണറിലായിട്ട് അവിടെ ആധാർ വെരിഫിക്കേഷൻ എന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ കിട്ടും. ആധാർ വെരിഫിക്കേഷൻ നോട്ട് ഡൺ എന്ന് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമുക്കത് കൺഫേം ആവും. ഓക്കെ, ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. കമ്പൽസറി ആണ് കേട്ടോ, എല്ലാവരും ചെയ്തേക്കണം.